ഗുഡ് ഈവനിംഗ് അമേരിക്ക. ഇറാനിലേക്ക് അമേരിക്കൻ പടക്കപ്പലുകളുടെ നീക്കം. മുഴുവൻ കരുത്തും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ തയ്യാറെടുത്ത ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ മുൻ ചെറുത്തുനിൽപ്പ് ചൂണ്ടിക്കാട്ടി തങ്ങൾ ഒട്ടും ചെറുതല്ലെന്ന് സ്ഥാപിക്കുകയാണ് ഇറാൻ. വെനസ്വേല മുന്നിൽ മായാതെ നിൽക്കുമ്പോഴാണ് ഖമനയുടെ ഭരണം അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ ആഹ്വാനം. ആസൂത്രിതമായി സർവ്വസന്നാഹത്തോടും ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഉള്ളതെല്ലാം എടുത്ത് തിരിച്ചടിക്കാൻ ഇറാനും. ഹോർമൂസ് കടലിടുക്കിലേക്ക് അമേരിക്കൻ കപ്പലുകൾ നീങ്ങുമ്പോൾ അശാന്തമാകുമോ പശ്ചിമേഷ്യ? ഇറാനിലെ കൂട്ടക്കൊല അവസാനിപ്പിക്കാനെന്ന മട്ടിലുള്ള അമേരിക്കയുടെ രംഗപ്രവേശനത്തിന് പിന്നിലെ ഹിഡൻ അജണ്ട എന്ത്? ഊർദ്ധശ്വാസം വലിക്കുന്ന ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാവി എന്താകും? ഉപരോധവും സമ്മർദ്ദവും ഒക്കെ ഇറാനിലെ സാധാരണക്കാർക്ക് താങ്ങാനാകുമോ? ഊഷ്മളമായ സൗഹൃദം നിലനിന്നിരുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത ലോകക്രമത്തിൽ എന്ത് മാറ്റമുണ്ടാക്കും? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ഇനി ഇറാൻ. ഇന്നത്തെ എന്റെ അതിഥികൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, സംരംഭകനും ചലച്ചിത്ര നിർമ്മാതാവുമായ ടോം ജോർജ് കോലത്ത്, പൊളിറ്റിക്കൽ അനലിസ്റ്റ് വിശാൽ ചെറിയാൻ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ ഇറാനും അമേരിക്കയും തമ്മിൽ വളരെ സൗഹൃദത്തിലുണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങൾ, അവർ തമ്മിൽ 1979 മുതൽ ആ ബന്ധം വഷളാകുന്നു, മാറുന്നു. ഇപ്പോൾ അമേരിക്കൻ കപ്പലുകൾ എന്തായാലും പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുകയാണ്. രണ്ടു കൂട്ടരും പിന്നോട്ടില്ല എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഡയലോഗിന് സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഒരു ശാന്തിയിലേക്ക് പോകാൻ ഒരു സാധ്യത കാണുന്നുണ്ടോ? അങ്ങനെ ഒരു സാധ്യതയാണ് ക്രിസ്റ്റീന കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ലോകം കണ്ടത്. യഥാർത്ഥത്തിൽ അറബി ഇസ്ലാമിക് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC മേഖലയിലെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അസംതൃപ്തി അറിയിക്കുന്ന കാഴ്ച അമേരിക്കയോട് ലേശം കടുപ്പത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങളുടെ സൈനിക താവളങ്ങൾ ഇവിടെയുണ്ട്, പക്ഷെ ഇറാനിൽ നിന്ന് ആക്രമണം നേരിട്ടാൽ അത് ബാധിക്കുക സൗദി അറേബ്യയും അതുപോലെ അതിന് ചുറ്റുപാടുമുള്ള അമേരിക്കൻ ഏറ്റവും വലിയ അൽ ഉദൈദ് എന്ന് പറയുന്ന ഏറ്റവും വലിയ സൈനിക താവളം ഉള്ളത് ഖത്തറിലാണ്. അവിടേക്കെല്ലാം ഇറാനിയൻ മിസൈലുകൾ വന്നു വീഴുമെന്ന് നിശ്ചയമാണ്. അത് മാത്രമല്ല, ഇസ്രായേൽ ഉൾപ്പെടെ വേണ്ട ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ആഴ്ച വന്നത്. പക്ഷെ ഒരാഴ്ച കൊണ്ട് സ്ഥിതിഗതികൾ വീണ്ടും മാറി മറിയുന്ന ഒരു കാഴ്ച കാണുന്നു. USS എബ്രഹാം ലിങ്കൺ ഇപ്പോൾ ഏതാണ്ട് ഗൾഫ് ഓഫ് ഒമാന്റെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേർഷ്യൻ ഗൾഫ് മേഖലയാണ്, ഇറാന്റെ സ്വാധീന മേഖലയാണ്. അവിടേക്ക് കടക്കുമോ, ഹോർമൂസ് കടലിടുക്ക് കടക്കുമോ, അതോ അതിന് പുറത്തു നിന്നുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് മിസൈൽസ്, ടോമഹോക്ക് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന ഒരു ചിന്തയിലാണ്. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും മുഖാമുഖം വരികയാണ്. അമേരിക്കയുടെ ഈ വാർ ബിൽഡപ്പ് വലിയ രീതിയിലാണ്. അമേരിക്കൻ കപ്പലുകളും അമേരിക്കയുടെ ഡിസ്ട്രോയേഴ്സും അതുപോലെ അമേരിക്കൻ വിമാനങ്ങളും F-15, F-16, F-35 വിമാനങ്ങളെല്ലാം തന്നെ വിവിധ അമേരിക്കൻ ബേസുകളിൽ 9 പരം ബേസുകളാണ് വിവിധ അറബ് രാജ്യങ്ങളിൽ ആ മേഖലയിൽ അമേരിക്കയ്ക്കുള്ളത്. അവിടെ എല്ലാം ഹൈപ്പർ ആക്ടിവിറ്റി നടക്കുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. വാർ ഇസ് ഇമിനന്റ് എന്ന ഒരു ചിന്ത. മറുവശത്ത് കാരണവശാൽ വെനിസ്വേല മാതൃകയിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി അപായപ്പെടുത്താൻ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം നടക്കുകയാണ് എങ്കിൽ അതിനെ സർവശക്തിയും ഉപയോഗിച്ച് എതിർക്കും. മാത്രമല്ല, അമേരിക്കൻ താവളങ്ങളിലേക്കും ഇസ്രായേലിലേക്കും ഒക്കെ ആക്രമണം നീളും എന്ന രീതിയിൽ ഇറാനിൽ നിന്നും പ്രസ്താവനകൾ വരുന്നു. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും ഒരു സ്റ്റാൻഡ് ഓഫ് ആണ്. രണ്ട് രാജ്യങ്ങളും കടുത്ത രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഉപരോധം കൊണ്ട്, നേരത്തെ ഇവിടെ പറഞ്ഞത് ശരിയാണ്, ഉപരോധം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഇറാൻ അധികകാലം ഈ സന്നിഗ്ധ അവസ്ഥ മുന്നോട്ട് പോകാൻ ആവില്ല. ഇറാൻ ഒരു സ്ഫോടനത്തിന്റെ വക്കിൽ തന്നെയാണ്. തീർച്ചയായും സിവിക് അമ്യൂണിറ്റീസ് അവിടെ നിഷേധിക്കപ്പെടുന്നു, പൗരാവകാശങ്ങൾ അവിടെ നിഷേധിക്കപ്പെടുന്നു. ജനം അസംതൃപ്തിയുടെ പരകോടിയിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് പ്രക്ഷോഭങ്ങൾ ഒരുക്കിയത്. അത് കേവലം ജൈവികമായി ഉണ്ടായി വന്ന പ്രക്ഷോഭങ്ങളാണോ അതോ അമേരിക്കൻ എൻജിനീയർഡ് പ്രക്ഷോഭങ്ങളാണോ എന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ പ്രവാസത്തിലായിരിക്കുന്ന ഷാ പഹലവി രണ്ടാമന്റെ മകൻ റിസ പഹലവി തിരിച്ച് ഇറാനിലെത്തി ഒരു ഭരണം ഏറ്റെടുക്കുന്നു. അങ്ങനെ അയത്തുള്ള അലി ഖൊമേനിയെ നിഷ്കാസിതനാക്കിക്കൊണ്ട് ഒരു പുതിയ ഭരണകൂടം, ഒരുപക്ഷെ അതായിരിക്കാം ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിൽ. പക്ഷെ അത് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. വെനിസ്വേലയിൽ സംഭവിച്ചതുപോലെ ഇറാൻ ഈസ് നോട്ട് എ കേക്ക് വാക്ക്.
ഇറാൻ വളരെ അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഏറിയൽ ഡിഫൻസ് ഉള്ള രാജ്യമാണ്. അത് മാത്രമല്ല, ഒരു കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ അടിസ്ഥാന സാഹചര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാതെ അങ്ങോട്ട് പ്രവേശിക്കാനാവില്ല. അതുകൊണ്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തയ്യാറെടുപ്പുകൾ മതിയാവില്ല. ഒരുപക്ഷെ ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന വൻപൻ തയ്യാറെടുപ്പുകളോടുകൂടി പരമാവധി കരയുദ്ധം ഉപേക്ഷിച്ചുകൊണ്ട് ആകാശങ്ങളിൽ വെച്ച് തന്നെ യുദ്ധം ജയിക്കുക എന്ന പരമ്പരാഗതമായ അമേരിക്കൻ തന്ത്രം മാത്രമേ അവിടെ വില പോകൂ. അതിന് മനസ്സുകളെ ഒരുക്കേണ്ടതുണ്ട്, വ്യാപകമായ മനസ്സുകളുടെ ഒരുക്കും. കാരണം ഒരു ഇസ്ലാമിക രാജ്യം മറ്റൊരു ഇസ്ലാമിക രാജ്യത്തിനെതിരെ തിരിയുന്നു എന്നൊരു നറേഷൻ വന്നു കഴിഞ്ഞാൽ അത് GCC രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ജനത എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെ കുറിച്ചും അവിടുത്തെ അമേരിക്കൻ അനുകൂല ഭരണകൂടങ്ങൾക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് അതീവ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ എല്ലാ കരിക്കുകളും അതായത് കളങ്ങളിൽ പ്ലേസ് ചെയ്തതിനു ശേഷം മാത്രമേ ഒരാക്രമണം ഉണ്ടായെങ്കിൽ തന്നെ ഉണ്ടാകൂ. അതുകൊണ്ട് അത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. ഒരുപക്ഷെ ഒരു ഇന്റിമിഡേറ്ററി ടാക്ടിക്സ് എന്ന നിലയിൽ ഇറാന്റെ ഭരണകൂടത്തെ വിറപ്പിച്ച് പരമാവധി സമ്മർദ്ദപ്പെടുത്തി അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ കുറച്ചു കൊണ്ടുവരികയും കുറച്ചുകൂടി ഗവൺമെന്റ് സ്കെയിൽ ഡൗൺ ചെയ്യുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശം ഉണ്ടാവാം. ഇപ്പോൾ തന്നെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവനയിൽ ഏതാണ്ട് 830 ജീവനുകൾ താൻ ഇടപെട്ട് രക്ഷിച്ചു, അല്ലെങ്കിൽ അവരെല്ലാം തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെടുമായിരുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ഒട്ടൊക്കെ ശരിയായിരിക്കാം. ഒരുപക്ഷെ എക്സിക്യൂഷൻസ് കുറെയൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട്, കുറെയൊക്കെ നീട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ അറസ്റ്റിലായി 20,000-ൽ പരം പേരെങ്കിലും അറസ്റ്റിലായി എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. ഇവരുടെ എല്ലാം ഭാവി എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് മലയാളത്തിലുള്ള തൈകുണ്ടല്ലോ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നോട്ട് പോകാനാവുമോ? അമേരിക്ക ഇതാ കലപ്പയ്ക്ക് കൈവച്ചിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോവുക? പിന്മാറുക എന്നൊരു സ്ട്രാറ്റജി ആണോ, അതോ ഇന്റിമിഡേഷനിൽ കുറച്ചു കാലത്തേക്ക് ആ ഗവൺമെന്റ് ക്രംബിൾ ചെയ്യുന്നതുവരെ വെയിറ്റ് ചെയ്യുകയും ഒരു സിവിൽ അപ്രൈസിംഗിലൂടെ ഭരണകൂടം അതിനുള്ളിൽ നിന്ന് തന്നെ നിഷ്കാസിതമാവുകയും അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ഭരണകൂടം ഉണ്ടാവുകയും അത് അമേരിക്ക അനുകൂലമായ ഭരണകൂടമായി മാറുകയും ചെയ്യുക എന്നതാണോ? ആത്യന്തികമായി ദ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഓൺലി പൊളിറ്റിക്കൽ ബട്ട് ഓൾസോ ഇക്കണോമിക് എന്ന ഇൻട്രസ്റ്റ് ആണ്. അവിടുത്തെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വ്യാപാരത്തിന്റെ ഏതാണ്ട് 20% കടന്നു പോകുന്നത് ഹോർമൂസിലൂടെയാണ്. അതുകൊണ്ട് ഏത് രീതിയിലുള്ള ഒരു വലിയ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യം വന്നാലും, അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെട്ടാലും ശരി, കടുത്ത ഉപരോധമാണെങ്കിലും ശരി, അവിടെയുള്ള എണ്ണ ഗതാഗതം തടഞ്ഞു കഴിഞ്ഞാൽ എണ്ണ വില തീപിടിക്കും. ലോകം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്, ഇന്ത്യയുടെ പ്രവാസി ലോകം ലക്ഷക്കണക്കിന് ആളുകളാണ് UAE-യിലും ഖത്തറിലും സൗദി അറേബ്യയിലും ഒക്കെ ആയിട്ട് പ്രവാസ ജീവിതം നയിക്കുന്നത്. ഇവരുടെയൊക്കെ സുരക്ഷ തീർച്ചയായും അമേരിക്കൻ താവളങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ, UAE-യിലും ഖത്തറിലും സൗദിയിലും എല്ലാം തന്നെ, കുവൈറ്റിലും എല്ലാം തന്നെ ഇറാനിയൻ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഇന്ത്യൻ വംശജരായ ആളുകൾ, പ്രവാസികളുടെ ക്ഷേമം ഉൾപ്പെടെ കരുതിയിരിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്രിസ്റ്റീന, ശരി, താങ്ക് യു ഡോക്ടർ മോഹൻ വർഗീസ്. ശ്രീ ടോം, ഇപ്പോൾ നമുക്കറിയാം ഭരണത്തിലേറ്റപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ലോക സമാധാനമാണ് ഞാൻ ലക്ഷ്യമിടുന്നത്, 8 യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു എന്ന് പലപ്പോഴും ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യ ഡിനൈ ചെയ്ത ഇന്ത്യ പാക് യുദ്ധം പോലും അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബോർഡോ പീസ് ഉണ്ടാക്കുന്നു, പലയിടങ്ങളിലും യുദ്ധം നിർത്താനുള്ള ആഹ്വാനങ്ങൾ നൽകുന്നു. അതേ ട്രംപ് തന്നെയാണ് വെനസ്വേലയിലെ ആ ഒരു ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുവരാൻ ഇടയാക്കിയത്. അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊരു വ്യതിചലനം പലപ്പോഴും നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ തന്നെ ഒരു അമേരിക്കൻ എൻജിനീയർഡ് ആയിട്ടുള്ള ഒരു കലാപമായിരുന്നോ ഇറാനിൽ ഉണ്ടായിരുന്നത് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. മറ്റൊന്ന്, എല്ലാ കാര്യങ്ങളിലും ഒരു സാമ്പത്തിക കണ്ണാണല്ലോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ബുദ്ധിയാണല്ലോ ട്രംപ് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇറാനിലേക്ക് വരുമ്പോൾ ട്രംപിന്റെ മനസ്സിലിരിപ്പ് എന്താകുമെന്നാണ് കരുതുന്നത്? ചൈനയുടെ വളർച്ച നമ്മളെല്ലാവരും എഗ്രി ചെയ്യുന്നു, അത് തടയേണ്ടതാണ്. ചൈനയുടെ ഈ ഒരു പോക്ക് ആണെങ്കിൽ നമുക്കത് വേൾഡിന് മുഴുവനും ഒരു ത്രെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ ഒരു സമ്പദ്ഘടന എന്ന് പറയുമ്പം ആ രാജ്യത്തിന്റെ GDP, അതുപോലെ തന്നെ എക്സ്പോർട്ടും ഇമ്പോർട്ടും, അതുപോലെ ട്രേഡ് ബേസിസ് ആണ്. ചൈന ഈ ഇറാന്റെ 80% ഓഫ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ചൈനയാണ്. അതുപോലെ തന്നെ വെനിസ്വേലയിൽ നിന്ന് ഒരു ദിവസം 400,000 ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിൽസ് ആണ് ചൈന ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബിസിനസ്മാൻ എന്ന നിലയ്ക്ക്, ഒരു പ്രസിഡന്റ് ഒരു ബിസിനസ്മാൻ ആയ ഒരു വ്യക്തി ഒരു പ്രസിഡന്റ് ആവുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത്. ഇപ്പൊ ഒരു ട്രയൽ ബാലൻസ് എടുത്ത്
ലോകത്തിൽ ഏത് പ്രസിഡന്റ് അടുത്ത് കൊടുത്താലും ട്രംപിന്റെ അടുത്ത് ഒരു ട്രയൽ ബാലൻസ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം എവിടെയാണ് പ്രോഫിറ്റ്, എവിടെയാണ് ലോസ് എന്നത് നോക്കി വായിക്കാനും മനസ്സിലാക്കാനും ശക്തനായിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഈ രാജ്യത്തിൽ ചൈന വളരുന്നതും ലോകത്തിന് ത്രെട്ട് ആകുന്നതും. മെയിൻ 2 countries വേൾഡ്, വൺ ഈസ് വെനിസുല, അത് വൺ ഈസ് ഇറാൻ. അപ്പൊ ഈ രാജ്യത്തെ തടയണമെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈവൻ നമ്മുടെ തന്നെ നൈബേഴ്സ് നോക്കുക, ഈവൻ ഇൻക്ലൂഡിങ് ദ Bangladesh, all those people are against us because China is giving them support. അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പൊ ട്രംപ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ മർഡോയിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് പോലെ ഖുമേനിനെ കൊണ്ടുവരാൻ ട്രംപിന് പറ്റുമെങ്കിൽ അദ്ദേഹം അതായിരിക്കും ചെയ്യുക. ഇപ്പം മറ്റേ ബങ്കറിൽ ഒളിച്ചിരിക്കുന്നതായ ഖുമേനിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമാണ്. ഒരാളെ പോലും കൊല്ലാതെ അദ്ദേഹത്തെ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ റെജീം തകർക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് നോക്കുന്നത്. ഒരു സമയത്തൊക്കെയാണല്ലോ അമേരിക്കാസ് ഡെത്ത്, ദാറ്റ്സ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യം തന്നെ മെജോറിറ്റി ഓഫ് ദ സിവിലിയൻസ് ഇസ് ആസ്കിംഗ് ഫോർ ട്രംപ് കം ആൻഡ് ഹെൽപ്പ് us എന്നാണ് പറയുന്നത്. അതാണ് കർമ്മ എന്ന് പറയുന്നത് പോലെ ട്രംപിന്റെ ഈ നമ്മുടെ ഒരു മിലിറ്ററി ആസറ്റ്സ് അല്ലെങ്കിൽ ട്രൂപ്സിനെയും വാർഷിപ്സും എബ്രഹാം ലിങ്കനും ഒക്കെ അയച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു സിഗ്നൽസ് ആണ്. വി ആർ ഗിവിംഗ് ദം എ സിഗ്നൽ ടു പ്രഷർ ടാക്ടിക് ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബേസിസിൽ നമുക്കിപ്പോ അവസാനം ഈ ഇദ്ദേഹത്തിന് ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്യണം. ഒരു വാറിന് മുമ്പായിട്ട് അമേരിക്കൻ ഇൻട്രസ്റ്റ് മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇസ്രായേൽസും അതുപോലെ അലയൻസിന്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ ടൈം ആയിട്ടാണ് എനിക്കത് കാണാൻ കഴിയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നമ്മൾ നോക്കുക, ഈ ചൈനയെ പോലെ ഒരു രാജ്യം ഇത്രമാത്രം എക്യുപ്മെന്റ്സും ഈ ഒരു രാജ്യത്തിന്റെ ഫണ്ട് റേസിങ് ആ പാറ്റേൺ എന്ന് പറയുന്നത് ഓയിലും ട്രേഡും ആയതിനാൽ ചൈന ഈസ് ബൈയിങ് മോർ എക്യുപ്മെന്റ്സ്. അതുപോലെ തന്നെ അത് ട്രെയിൻ ചെയ്യുന്നതായ മിലിറ്ററിനെയും കൂടെ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു ദ വേൾഡ്. ഇപ്പൊ നമ്മൾ നോക്ക്, ഇപ്പൊ ക്രിസ്റ്റീന ഇപ്പോൾ ഒരു പോർഷ് ഓടിക്കുകയാണ്, ഞാൻ ഓടിക്കുന്ന ഒരു ടൊയോട്ട ക്യാമറ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ക്രിസ്റ്റീന ഈസ് ഗോയിങ് ടു വിൻ. അപ്പം ഫണ്ടിങ് ആണ് അവിടുത്തെ മാറ്റർ. ഇവിടെ ഇപ്പൊ US എങ്ങനെയാണ് സൂപ്പർ പവർ ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മിലിറ്ററി എക്യുപ്മെന്റ്സും മിലിറ്ററി ആസറ്റ്സും അതുപോലെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തിനും സൂപ്പർ പവർ ആവാൻ കഴിയും. അപ്പം സെൻഡിങ് ദിസ് ട്രൂപ്സ് ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഇറ്റ് ഈസ് എ സിഗ്നൽ ടു സ്റ്റോപ്പ് എനി അഗ്രഷൻസ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 847 ആസ് മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ 847 ആൾക്കാരെ തൂക്കി കൊല്ലുവാൻ വേണ്ടി വിധിച്ചതാണ് കഴിഞ്ഞ വെനസ്ഡേയില്. ട്രംപിന്റെ ഒരൊറ്റ വാക്കുകളാണ് പറഞ്ഞത്, ലിസൺ ഇഫ് യു ആർ ഗോയിങ് ടു ഡു ദാറ്റ് യു ആർ ഗോയിങ് ടു ഫേസ് ദ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞതിന് ശേഷം ആ 847 ആൾക്കാരെ സേവ് ചെയ്യാൻ ഈ ഒരു മനുഷ്യന് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ നോക്കട്ടെ, ഇപ്പൊ ഞാൻ ലോകത്തിലേക്കും ഏറ്റവും കൂടുതൽ ദ ബെസ്റ്റ് വേ ടു ത്രെറ്റ് പീപ്പിൾ, മറ്റുള്ളവരെ പേടിപ്പിക്കുവാനും അതുപോലെ തന്നെ ബിസിനസ് നെഗോസിയേഷനും ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ്സ് വാട്ട് ട്രംപ് ഇസ്. അതാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തെ ഞാനിപ്പം പറയുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് ഒരു 6 മാസത്തെ ഇന്റേൺഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ട്രംപിന്റെ കൂടെ ചെയ്യാൻ പോലും തയ്യാറാണ്. ദാറ്റ്സ് വാട്ട് ഹി ഈസ് ടീച്ചിങ് ദ പീപ്പിൾ. അദ്ദേഹം പീസ് ലവർ ആണ്. ആസ് യു സെഡ്, ഹി ഈസ് നോട്ട് ഗോയിങ് ടു ബോംബ് ഇറാൻ. വാട്ട് ഹി വാണ്ടഡ് ടു ഹാവ് to put 47 years ആയിട്ട് ഖുമേനി ആൻഡ് ദ എൻറ്റയർ ടീം അവരുടെ സ്വന്തം രാജ്യത്ത് പ്രൊട്ടക്ട് ചെയ്ത ആൾക്കാരെ 5000 മോൾ ആൾക്കാരെ വെടിവെച്ച് കൊന്ന ഒരാളോട് ഹൗ ഡു വി ഹാൻഡിൽ ദം? നമുക്ക് അവരോട് മേഴ്സി കാണിക്കാൻ പറ്റുമോ? റീഇൻകാർണേഷൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത ജന്മത്തിൽ നീ ഇതാവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ വിശ്വസിക്കുന്നതിൽ നല്ലത് വി ഹാവ് ടു ആക്ട്. ദെയർ ഓൺ പീപ്പിളിനെയാണ് കൊല്ലുന്നത്. പക്ഷെ US സംബന്ധിച്ചിടത്തോളം ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ്. അറ്റ് ദ സെയിം ടൈം they wanted to have a table to talk and negotiate, to bring this regime down. ഈ ഒരു അവസരത്തില് definitely, this Saddam Hussein also said the same thing. We have that world മുഴുവൻ നശിപ്പിക്കാവുന്ന weapons ഉണ്ട്, mass destruction ഉള്ള weapon ഉണ്ട്, മറ്റ് viruses ഉണ്ട്, but chemical weapons ഉണ്ട്. He didn't have anything. The same thing what I believe Iran does the same thing. They tried ഒരു 12 ദിവസത്തെ war ഇസ്രായേലിനെതിരായിട്ട് ചെയ്തിട്ട് 1 or 2 മിസൈൽസ്, ഔട്ട് ഓഫ് 8000 മിസൈൽസിൽ 1 or 2 മിസൈൽസ് മാത്രമാണ് ഇസ്രായേലിൽ തൊടാൻ പറ്റിയത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിവേസ് US is well equipped. പക്ഷെ എനിവേസ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.
Trump is not a person who wanted to kill anybody. As you can see that so far, our country saved. That's ഇപ്പൊ തന്നെ പറഞ്ഞു പീസ് നോബൽ പ്രൈസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഒരു 847 ആൾക്കാരെ സേവ് ചെയ്തപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ ലൈഫ് ഒരാൾ സേവ് ചെയ്യുകയാണെങ്കിൽ ഹീസ് എവറിത്തിങ് ടു അസ്. ഇത്രയും 8 വാഴ്സ് അദ്ദേഹം നിർത്തിയെന്ന് പറയുന്നെങ്കിൽ എത്ര മില്യൺസ് ഓഫ് ആൾക്കാരുടെ മരണമാണ് അദ്ദേഹം സേവ് ചെയ്തത്. So he deserves definitely a peace prize for sure. പക്ഷെ അദ്ദേഹത്തിന് കിട്ടാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ഒരുപാട് എനിമീസ് ഉണ്ട്. There's a lot of people against him. അതുകൊണ്ട് മാത്രം അത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല. ഇത്രയധികം ജീവിതങ്ങൾ സേവ് ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ആരെയും കൊല്ലണമെന്ന് യാതൊരു താല്പര്യവുമില്ല, യുദ്ധ താല്പര്യങ്ങളില്ല എന്നൊക്കെ ടോം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ടോം പറയുന്നുണ്ട് ചൈനയുടെ വളർച്ച. ചൈന വളരുന്നതിന് പ്രത്യേകിച്ച് നമ്മളങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ചൈനയുടേതായ രീതിയിലാണ് വളരുന്നതെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടും തോന്നേണ്ട കാര്യമില്ല, അത് ഏത് രാജ്യമാണെങ്കിലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ട്രംപിനെ പേടിപ്പിക്കുന്നു എന്നൊരു സൂചന അതിലുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. പണ്ട് നമുക്കറിയാം അമേരിക്ക ഒരു ലോക പോലീസ് എന്ന നിലയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന രാജ്യമാണ്. അതിനുശേഷം പിന്നീട് പല യുദ്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പലയിടങ്ങളിൽ നിന്നും അമേരിക്ക ഒരു പിന്മാറ്റം നടത്തുന്നത് കണ്ടു. വീണ്ടും ട്രംപിന്റെ 2ാം വരവോടുകൂടെ വീണ്ടും ആ ഒരു ലോകത്തിന്റെ നേതൃത്വം അല്ലെങ്കിൽ ആ ഒരു അപ്രമാദിത്വം വീണ്ടും ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ടോം ജോർജ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനോട് യോജിക്കുന്നുണ്ടോ? എന്തായിരിക്കാം അമേരിക്കയുടെ ഒരു മനസ്സിലിരിപ്പ്? ഇവിടെ ടോം ജോർജ് പറഞ്ഞതനുസരിച്ച് ഹീസ് എ ഗുഡ് ഫാൻ ബോയ് ഓഫ് ട്രംപ്. സോ അതിനോടൊന്നും എനിക്ക് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ അമേരിക്കയിൽ ആരും, അമേരിക്ക എന്നല്ല ലോകത്തെല്ലാവരും അത് പറയുന്നുണ്ട്. നോബഡി എഗ്രീസ് വിത്ത് ട്രംപ്. ഇപ്പം തന്നെ പൊളിറ്റിക്സ് ഈസ് ലൈക്ക് എ ജോക്ക്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ കോമഡി. ഐ മീൻ വൈ? ബിക്കോസ് ഇൻ വൈറ്റ് ഹൗസിലൊരു കോമാളി ആയിരിക്കുന്നത്. Because nobody knows exactly what he's doing next moment. Sometimes we think that he needs pampering or എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടണമെന്നോ. ഇപ്പം തന്നെ ഫിഫ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഇവിടെ ഫുട്ബോൾ നടക്കാൻ പോവുകയാണ്, ഒരു അവാർഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് എവറിത്തിങ് ഷുഡ് ഗോ ഫൈൻ. ആൻഡ് സ്വിറ്റ്സർലാൻഡ് they gave some Swiss watch and Rolex and things like that so that the tariff came down. And Gulf countries, they are giving whatever they can. Even the flight വരെ Boeing 77 വരെ കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ട്രംപിനെ സോപ്പിടാനായിട്ട് ഏറ്റവും നല്ല പരിപാടികൾ. ഇവിടെ ട്രംപ് വന്നപ്പം തന്നെ, ട്രംപിന്റെ ഇലക്ഷൻ സൈക്കിൾ തുടങ്ങിയപ്പം തന്നെ I was always telling this guy is a liar and he always lies and he never keeps his promises. Not in the best interest of US. And it's the same thing happening everywhere. Even domestically ആയാലും internationally ആയാലും he creating chaos. എവ്രിവെയർ, എല്ലായിടത്തും അദ്ദേഹം കൊണ്ടുവന്ന് എന്തെല്ലാം കാര്യങ്ങൾ ശരിയായിട്ട് പോകുന്നുണ്ടോ അവിടെ എല്ലാം അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതായത് ഇന്റർനാഷണലി ആൻഡ് നാഷണലി എവ്രിവെയർ ഈസ് ക്രിയേറ്റിംഗ് ട്രബിൾസ്. ആൻഡ് ഇതിന്റെ എല്ലാം ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നം തീർത്തിട്ട് ഞാനാണ് ആ പ്രശ്നം തീർത്തത് എന്നുള്ള ഒരു ക്ലെയിം എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം തന്നെ പല കാര്യങ്ങളിനകത്തും ഞാൻ അവിടെ 800 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നു, ഞാൻ അവരെ രക്ഷപ്പെടുത്തി. There is no credible evidence for that. And first of all, Iran is completely closed their airwaves and things like that. So nobody knows exactly what's happening. Even Israel തന്നെ അവിടെ ബോംബ് ചെയ്തെങ്കിൽ പോലും there is no credible evidence that nuclear sites അവിടെ ഇല്ലാതാക്കിയെന്ന് ഒരു എവിഡൻസും ഇല്ല. And first of all, you have to understand, Iran is a very geopolitically ഒരു important place ആണ് Iran, especially with 80 million people. And most of the പല വികസന കാര്യങ്ങളും അടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി അവരെല്ലാം യുഎസിന്റെ അലൈസ് ആണ്. ആൻഡ് ദേ ആർ ഓൾ ലിറ്ററലി ബെഗിങ് ടു ട്രംപ് നോട്ട് ടു ഡു ഇറ്റ്. സോ ട്രംപിനെ സംബന്ധിച്ച് he always claimed he's the peace president. Even Trump was saying that പണ്ട് ഇവിടെ ഇതേ പാനലിൽ ഇരുന്ന് തന്നെ ടോം പറഞ്ഞതാണ് he's a peace president. He never started war. Look at him now. He creating wars and he's like all these things he was doing. He was claiming he is peace president to get the Nobel Prize. And he said, he clearly said that to Denmark. And he said, what he created. No, wait, let me finish it. And because I didn't win the Nobel Prize, I have no obligation for the peace. So this president is kind of a clown. Nobody knows what exactly should work or what exactly can work. Diplomacy is in a എന്താ പറയാ, ആർക്കും ഒരു predictability ഇല്ല. Everything is unpredictable because
he doesn't care about anything. He cares about only about himself. അദ്ദേഹത്തിനെ മാത്രമാണ്, അദ്ദേഹത്തിന് അവാർഡ് കിട്ടുക, അദ്ദേഹത്തിന് സമ്മാനങ്ങൾ കിട്ടുക, അദ്ദേഹത്തെ പുകഴ്ത്തുക. ഇപ്പം തന്നെ ടോം ചെയ്തുകൊണ്ടിരുന്ന അതേപോലെ ചെയ്യണം. ട്രംപാണ് ഏറ്റവും വലിയവൻ. Nobody is giving any importance for constitution. And ഇപ്പോ വാർ മെഷീൻസ്, യുദ്ധക്കപ്പലുകൾ മൂവ് ചെയ്യുന്നു, അതെല്ലാം പ്രസിഡന്റ് അതോറിറ്റിയിലുള്ളതാണ്. ബട്ട് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ടു ആസ്, ഇസ് ഇറ്റ് നെസസറി? അവിടെ there was actually ഒബാമയുടെ കാലത്ത് തന്നെ peace talks was happening, nuclear talks was happening. He just ratified it. And now he wanted to start the same thing from wherever it was, like, whatever Obama kept, our same thing തന്നെ കോപ്പി എടുത്തിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുകയാണ്. And Iran already said, no, we are not interested, no more talks. ഇപ്പോ ഈ യുദ്ധക്കപ്പലുകളുടെ മൂവ്മെന്റ് തന്നെ അതെല്ലാം അദ്ദേഹത്തിന്റെ അതോറിറ്റിയിലാണെങ്കിൽ തന്നെ he cannot start a war just like that. It's actually അത് എല്ലാ അലയൻസിനെയും അത് കുഴപ്പത്തിലാക്കും. And I'm 100% sure, because of this Greenland issue, so they are not going to side with the Trump for anything. And he is actually putting tariff on European Union for not supporting his takeover deal. And even Venezuela thing, allies have not informed all these things. ശരിക്കും പറഞ്ഞാൽ അലയൻസിന്റെ സെക്യൂരിറ്റി ആയാലും അമേരിക്കയുടെ സെക്യൂരിറ്റി ആയാലും ലോകത്തിന്റെ ഫുൾ സെക്യൂരിറ്റി ആയാലും he just creating a big problem. ഇദ്ദേഹം ഈ വാർ തുടങ്ങത്തില്ല എന്നാണ് പലരുടെയും ഒരു വിശ്വാസം. പക്ഷെ എല്ലാവരും ആശങ്കയിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, even why Trump won't start that, because we clearly know that the gas price will jump like all over the place. Even US തന്നെ അത് 20 per gallon $20 വരെ പോകാനുള്ള സാധ്യതയുണ്ട് if you start the war, because all the oil is like moving from Hormuz canalലൂടെയാണ് നീങ്ങുന്നത്. And if Iran has the full access to that canal, and if they close that thing, done deal. And ഇറാന്റെ മിസൈൽ റേഞ്ചിലാണ് എല്ലാ ഗൾഫ് കൺട്രീസിന്റെയും ഓയിൽ വെൽസ് എല്ലാം ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിഫൈനറീസ് ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും താറുമാറാവും if he start the war again. And he's, ഈ പുള്ളിക്കാരന്റെ പ്രോമിസ് തന്നെ, there is no regime change, there will not be any war. ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രോമിസ്. ലുക്ക് അറ്റ് വാട്ട് ടോം അതെല്ലാം മറന്നുപോയാലാണ് ഇപ്പൊ ഇരുന്നിട്ട് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്നത്. ഹീസ് ദ പീസ് പ്രസിഡന്റ് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. വേർ ഇസ് ഹി നൗ? വേർ ഇസ് ഹി സ്റ്റാൻഡിങ് നൗ? So this person is always creating a problem, and I hope that I hope nothing bad will happen. അദ്ദേഹത്തിന്റെ പരിധിയിലുള്ള അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലുള്ളതാണ് യുദ്ധക്കപ്പലുകളുടെ മൂവ്മെന്റും ഒക്കെ. ബട്ട് ഐ ഹോപ്പ് ദാറ്റ് there won't be any war. അപ്പൊ ഇനി ഇറാന്റെ ഒരു ഭാവി എന്താകും? ഇറാന്റെ ഭാവി തീർച്ചയായും തുലാസിൽ തൂങ്ങുകയാണ്. ഇറാന്റെ ഭാവി എന്നല്ല, ഇറാന്റെ ഭരണകൂടത്തിന്റെ ഭാവിയെ കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് പരമാവധി സംസാരിക്കാൻ കഴിയുക. ഇറാൻ ഭരണകൂടത്തിൽ മാറ്റം ഉണ്ടാകുമോ? ഉണ്ടാകണമെങ്കിൽ ആഭ്യന്തരമായ ഒരു കലാപം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട്, ചെറുത്തുനിൽപ്പ് കൊണ്ട് അത് സാധ്യമാവില്ല എന്ന് ഏതാണ്ട് വ്യക്തമാണ്. കാരണം IRGCയും ഗവൺമെന്റ് ഇറാനും ഫേംലി എൻട്രൻച്ച്ഡ് ആണ്. അങ്ങനെയെങ്കിൽ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ആവശ്യമുണ്ട്. ആ ബാഹ്യശക്തി ആകാനുള്ള ധാർമ്മികമായ യോഗ്യത അമേരിക്കയ്ക്കുണ്ടോ? ഇവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനറലി എഗ്രിയബിൾ ഒരു പ്രിൻസിപ്പിളാണ് റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ. ഇവിടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അമേരിക്ക ഏകപക്ഷീയമായി ഇറാന്റെ മേൽ തങ്ങളുടെ ശക്തി പ്രയോഗിക്കാനാണ് എങ്കിൽ ഒരു സിസ്റ്റം നിലനിർത്താനുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ അവകാശത്തിന്മേലുള്ള കൈകടത്തലാവും എന്ന ഒരു ചിന്ത ലോകത്ത് പ്രബലമാണ്. ഇപ്പോൾ ഗ്രീൻലൻഡ് വിഷയത്തിൽ ഉൾപ്പെടെ അമേരിക്കയോടൊപ്പം എക്കാലത്ത് നിന്ന് അമേരിക്കയുടെ യൂറോപ്പിലെ സഖ്യകക്ഷികൾ മാറി ചിന്തിച്ചു എന്നതും, അവർക്കെതിരെ അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ടാരിഫ് ചുമത്താൻ നോക്കൂ. നെയ്റ്റോ അംഗരാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസിനും ജർമ്മനിക്കും അതുപോലെ നെതർലൻഡ്സിനും ഒക്കെ എതിരെ, അതുപോലെ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് രാജ്യങ്ങൾക്കെതിരെ 10% ടാരിഫ് ഫെബ്രുവരി 1 മുതലും 25% ടാരിഫ് ജൂൺ 1 മുതലും ചുമത്തും എന്ന് പറയാൻ അമേരിക്കൻ പ്രസിഡന്റ് ധൈര്യപ്പെട്ടു എങ്കിൽ നിലവിലുള്ള ധാരണകൾ പലതും മാറുകയാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ലോകത്തെ സഖ്യകക്ഷികളുടെ ഉൾപ്പെടെ മനസ്സിൽ വലിയ സ്ഥാനമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ എസ്കലേഷനിലേക്ക് പോകാതെ അമേരിക്ക നിൽക്കും എന്നതാണ് ലോകത്തിന്റെ പ്രതീക്ഷ. ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ബെല്ലും ബ്രേക്കും ഇല്ലാതെ മനുഷ്യാവകാശ ലംഘനന്മാർ നീങ്ങാൻ പാടില്ല. അവിടെ സിവിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടാകണം. അവിടെ കടുത്ത ഉപരോധം അമേരിക്ക അവസാനിക്കുകയും വേണം. അപ്പൊ ചില ചർച്ചകളിലൂടെ ഒരു ധാരണ എത്താൻ കഴിഞ്ഞാൽ ആണവ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ചകളിലൂടെ ഒരു ധാരണയിലെത്താൻ കഴിയുക എന്നതാണ് ക്രിസ്റ്റീന യഥാർത്ഥത്തിൽ നീഡ് ദ അവർ. അതിനുള്ള ബുദ്ധി, വിവേകം
അമേരിക്ക ഒരു കോമാളി എന്ന പ്രസിഡന്റ് എന്ന അമേരിക്കൻ പ്രസിഡന്റെ വിശേഷിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. അങ്ങനെ പറയാൻ അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയാനുള്ള അവകാശം ഒരു അമേരിക്കൻ പൗരനുണ്ട് എന്നതാണ് അമേരിക്കയുടെ ഡെമോക്രസിയുടെ ശക്തി. ആ ഒരു ശക്തി ഇറാനില്ല എന്നതും നമ്മൾ നോക്കി കാണേണ്ടതാണ്. അതുകൊണ്ട് അമേരിക്കൻ ജനതയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പരിധി വിട്ടു പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാനുള്ള ഇച്ഛാശക്തി അമേരിക്കൻ ജനത കളക്റ്റീവായി കാണിക്കും എന്ന പ്രതീക്ഷയാണ് ലോകത്തിനുള്ളത്. തീർച്ചയായിട്ടും അമേരിക്കയുടെ ആ ജനാധിപത്യം അത് ഏത് രീതിയിലാണ് അമേരിക്കൻ ജനത ഉപയോഗിക്കുക. ഒപ്പം തന്നെ ഇറാനിലും ഉണ്ട് ജനങ്ങൾ. ആ ജനങ്ങളും സമാധാനത്തിൽ ഓരോ ദിവസവും ചെലവഴിക്കാനും അവരുടെ സാമ്പത്തിക പ്രതിസന്ധികളിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാനും ഒക്കെ ഉതകുന്ന രീതിയിൽ ചില ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന ഒരു പ്രതീക്ഷയോടുകൂടി ചർച്ച നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ടോം ജോർജ് കോലത്താൻ, ശ്രീ വിശാൽ ചെറിയാൻ. എന്തായാലും സമാധാനം പുലരുമെന്ന പ്രതീക്ഷയോടുകൂടി വരുന്ന ആഴ്ചകളിൽ ചർച്ചകളും അതുപോലെ തന്നെ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷവും ഒക്കെ ഒഴിവാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.